നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടർന്നുണ്ടായിട്ടുള്ള ആത്മഹത്യകളുടെ വാർത്തകളാണ് കോട്ടയം ജില്ലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഏറ്റുമാനൂരിൽ ആ മക്കളെയുമായി, രണ്ട് പെൺകുട്ടികളെയുമായി രണ്ട് അമ്മമാരാണ് ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്ന് ഇതിന്റെ ഇപ്പോൾ നടപടികളെല്ലാം പൂർത്തിയായി വരുന്നതിനിടെ ഇപ്പോൾ കറുകച്ചാലിൽ നിന്നും പുറത്തു വരുന്ന ഒരു വാർത്ത, കുടുംബ ബന്ധങ്ങളിലുണ്ടായ വിള്ളലിനെ തുടർന്ന് നടന്ന ഒരു കൊലപാതകത്തിന്റെ, അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ കറുകച്ചാലിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്നലെ രാവിലെ 8:45 കറുകച്ചാലിലുണ്ടായ ഒരു അപകടത്തിന്റെ വാർത്ത വൈകുന്നേരമായപ്പോൾ അതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന രീതിയിലേക്ക് പുറത്തു വരുന്നത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന കൂത്രപ്പള്ളി സ്വദേശിയും കറുകച്ചാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുമായ നീതു ആർ നായരെയാണ് ഇന്നലെ രാവിലെ 9:30 8:45 വാഹനമിടിക്കുകയും 9:30 ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ഒരു ക്രൂരമായ കൊലപാതകമാണെന്ന് വ്യക്തമാകുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവറായ അൻഷാദ് എന്നയാൾ, ഈ യുവതിയുടെ സുഹൃത്തും കാമുകനുമായ അൻഷാദ് എന്നയാളാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടത്തിയതെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അൻഷാദ് റെന്റിനെടുത്ത ഇന്നോവ കാറിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കറുകച്ചാലിലെ പ്രധാന റോഡിൽ നിന്ന് പോലീസിന് ലഭിക്കുകയും ഇത് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വൈകിട്ടോടുകൂടി ഈ അൻഷാദിനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കൊപ്പം ഈ കാറിൽ കൊലപാതകം നടത്താൻ ഇയാളുടെ മറ്റൊരു സുഹൃത്തായ ഓട്ടോ ഡ്രൈവർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഷ്യം ഇങ്ങനെയാണ്. ഈ യുവതിയും അൻഷാദും തമ്മിൽ നീണ്ട നാളുകളായ ഒരു സൗഹൃദവും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു അടുപ്പത്തിന്റെ ഭാഗമായി അൻഷാദിന്റെ കുടുംബത്തിലും അതുപോലെ തന്നെ ഈ നീതുവിന്റെ കുടുംബത്തിലും വിള്ളലുകൾ ഉണ്ടാകുകയും ഇതേ തുടർന്ന് രണ്ട് കുടുംബത്തിലും ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും രണ്ടുപേരുടെയും നീതുവിന്റെ ഭർത്താവും ഈ അൻഷാദിന്റെ ഭാര്യയും ഡൈവോഴ്സിന് നോട്ടീസ് നൽകുകയും വിവാഹമോചനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ അൻഷാദ് തന്നെയാണ് കറുകച്ചാലിൽ ഈ യുവതിക്ക് ഒരു വീട് എടുത്തു കൊടുത്ത് താമസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇരുവരും ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. എന്നാൽ ഇതിനിടെ ഇവർ തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ഈ അൻഷാദിന്റെ കുടുംബത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അൻഷാദ് ഭാര്യയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ രമ്യതയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നു. ഇതേ തുടർന്നാണ് ഈ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്താൻ അൻഷാദ് പദ്ധതി ഇട്ടതെന്നാണ് പോലീസ് ഇപ്പോൾ ഏകദേശമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിലൂടെ പോലീസ് പറയുന്നത്. ഏതായാലും ഈ അൻഷാദിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതിയെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഏതായാലും പോലീസ് പറയുന്നത്. ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.